എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തുവെന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ലേഖനം അപ്പസ്തോലനായ പൗലോസാണ് എഴുതിയത്. ഏതാണ്ട് AD 55-നും 57-നും ഇടയ്ക്ക് കുരിന്തിലെ സഭയ്ക്ക് മക്കദോനിയയിൽ ഇരുന്നു കൊണ്ട് എഴുതിയ ലേഖനമാണ്. ഈ കുരിന്തിലെ സഭയെ അവരുടെ വിശ്വാസ ജീവിതത്തിൽ ചില പിശകുകൾ വന്നപ്പോൾ അവരെ ഒന്ന് ക്രമപ്പെടുത്തുവാനും അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനുമാണ് അപ്പസ്തോലന് ഈ ലേഖനം എഴുതിയത്. നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ വരവും സഭയുടെ ഒരുക്കവും എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ഏതാണ്ട് 260 അധ്യായങ്ങളുണ്ട്. ഈ 260 അധ്യായങ്ങളിൽ 318 പ്രാവശ്യം, പുതിയ നിയമത്തിൽ മാത്രം 318 പ്രാവശ്യം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ വരവിന് അത്ര പ്രാധാന്യമാണ്. അതായത് 25 വാക്യങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സഭയെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് പറയുകയാണ്, ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് ഭയമില്ലാത്തവനാണ്. അപ്പസ്തോലന്മാരിൽ ഭയമില്ലാത്ത ഒരു മനുഷ്യനാണ് പൗലോസ്. അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ പൗലോസ് നിന്നപ്പോൾ അഗ്രിപ്പാവിനോട് പറഞ്ഞു, അഗ്രിപ്പ രാജാവേ, എൻ്റെ കൈകളിൽ കിടക്കുന്ന ഈ ചങ്ങല ഒഴിച്ച് നീ അടക്കം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണമെന്ന് ധൈര്യത്തോടെ, നീ ക്രിസ്ത്യാനിയാകണമെന്ന് ധൈര്യത്തോടെ പറഞ്ഞവനാ, ഭയമില്ലാത്തവൻ. ഫെലിക്സിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ പൗലോസിന് ഭയമില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ ഇടിച്ച് തകർന്നു. അതിലെ പാർട്സുകളെല്ലാം പീസുകളായി കടലിലൂടെ ഒഴുകിയപ്പോഴും പൗലോസിന് ഭയമില്ല. അക്കരെ ചെന്നപ്പോൾ കയ്യിൽ അണലി ചുറ്റി, അത് പൗലോസിനെ കടിച്ചു, അവനത് കുടഞ്ഞു കളഞ്ഞു. പൗലോസിന് ഭയമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഭയമില്ലാത്ത ഒരു മനുഷ്യൻ അപ്പസ്തോലനായ പൗലോസാണ്. പക്ഷേ അപ്പസ്തോലനായ പൗലോസ് ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസ് പറയുകയാണ്, ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഭയപ്പെടുന്നുള്ളൂ എന്ന് പറയുകയാണ്. ആ വാക്യം എന്ന് വായിച്ചേ 3. എന്താ താൻ ഭയപ്പെട്ടത്? എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ താൻ അപ്പസ്തോലൻ ആകെ ഭയപ്പെട്ടത് ഒരു വിഷയത്തിലാണ്. എന്താണ്? സഭ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുമോ എന്ന് അപ്പസ്തോലൻ ഭയപ്പെടുകയാണ്. അപ്പസ്തോലൻ ആകെ ഭയപ്പെട്ടതാ. അവിടെ പറയുന്നതാണ്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. തൻ്റെ ഭയമത, സഭ വഷളായി പോകുമോ, സഭ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകുമോ എന്ന് ഭയപ്പെടുക. ഇവിടെ സഭ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പസ്തോലൻ പറയുകയാണ്, സഭയെ ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ സഭ ഒരു കമനന്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സഭ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുക. എന്താ ഉടമ്പടി? ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. 3 കൂട്ടരെ നമുക്കിവിടെ കാണാം. 1, ഒരു കാർമ്മികൻ. അതാരാണ്? വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ അത് പൗലോസ്. ആരാണ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്? ഞാൻ. ആരാണ്? പൗലോസ്. ഞാൻ
ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം. അപ്പോൾ ഒരു കാർമ്മികനുണ്ട്, പൗലോസ്. 2, നിർമ്മല കന്യക, അതാരാ? സഭ. 3, ക്രിസ്തു എന്ന ഏകപുരുഷൻ, വരൻ. അപ്പം 3 കൂട്ടരുണ്ട്. അപ്പോൾ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു കമനന്റ് നടന്ന ആളുകളാണ് ദൈവസഭ. ക്രിസ്തുവുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്. അപ്പോൾ പൗലോസ് പറയുക, എനിക്കിപ്പോൾ ആകെ ഒരു പേടിയാണ്, ഒരു ഭയം തോന്നുക. എന്താ ഭയം? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് സഭ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യേശു കർത്താവ് ആരെ ചേർക്കാനാണ് വരുന്നേ? സഭയെ. ഒന്നാമതായിട്ട് പറയുക, 2:11 വായിച്ചു. 2 കൊരിന്ത്യർ 11:2 ഒന്നാമത്തെ ചിന്ത. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തുവെന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ എങ്ങനെ ഏൽപ്പിക്കാന്നാ വിവാഹ നിശ്ചയം ചെയ്തേ? ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കാം എന്ന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തു കർത്താവ് മടങ്ങി വരുന്നത് നിർമ്മല കന്യകയെ ചേർക്കുവാനാണ്. അപ്പൊ സഭ അതിൻ്റെ ദർശനം വിട്ടു പോകരുത്. സഭയുടെ കാഴ്ചപ്പാട് മാറരുത്. സഭയുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. എന്താണ് സഭയുടെ ലക്ഷ്യം? നിർമ്മല കന്യകയായിരിക്കണം, കർത്താവിൻ്റെ വരവിന് ഒരുക്കമുള്ളവരായിരിക്കണം എന്നാണ് അപ്പസ്തോലൻ നമ്മളോട് പറയുന്നത്. എന്താ നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ? നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ? നിർമ്മല കന്യക എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഹക്കീനിയ. നിർമ്മല കന്യക എന്നതിന് ഹക്കീനിയ എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം യാഗാർപ്പണ യോഗ്യം എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം യാഗമർപ്പിക്കാൻ കൊള്ളാവുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ഒരു യഹൂദൻ യെരുശലേം ദേവാലയത്തിലേക്ക് യാഗമർപ്പിക്കാനായിട്ട് വരുമ്പോൾ അവൻ ഒരാടിനെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ കൊണ്ടുവന്ന് നേരിട്ട് യാഗമർപ്പിക്കുകയല്ല ചെയ്ത്. ഈ യാഗമൃഗത്തെയുമായി യഹൂദൻ വരുമ്പോൾ അവിടെ ഒരു നിരീക്ഷണ സംഘമുണ്ട്. അവരതിനെ നോക്കും. അവരതിൻ്റെ മാംസപുഷ്ടി നോക്കും, അതിൻ്റെ സ്കിന്നിൽ നോക്കും, അതിന് ഉളുക്കുണ്ടോ, മുടന്തുണ്ടോ, ചതവുണ്ടോ, ഒടിവുണ്ടോ എന്ന് നോക്കും. അങ്ങനെ അതിന് കുഴപ്പം ഒന്നുമില്ല എന്ന് കണ്ടിട്ട് ആ പുരോഹിതൻ അതിനെ വളരെ ശ്രദ്ധിച്ച് നിരീക്ഷണം നടത്തിയിട്ട് ആ മനുഷ്യൻ വിളിച്ചു പറയും ഹക്കീനിയ എന്ന് പറഞ്ഞാൽ യാഗം അർപ്പിക്കാൻ കൊള്ളാം, കുറ്റമൊന്നുമില്ല. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? നിർമ്മല കന്യക. നിർമ്മല കന്യക. എത്ര പേരുണ്ട് ആ നിലയിൽ ജീവിക്കുന്നവർ? ക്രിസ്തു മടങ്ങി വരുമ്പോൾ എടുക്കപ്പെടുന്നത് നിർമ്മല കന്യകയാണ്. എത്ര പേരുണ്ട്? എത്ര പേർക്ക് പറയാം ഞാൻ നിർമ്മല കന്യകയാണെന്ന് പറയാൻ കഴിയും? യേശു ചേർക്കാൻ വരുന്നത് 1 നിർമ്മല കന്യകയാണ്. 2 ഏതൊക്കെ കാര്യങ്ങളിൽ നിർമ്മലമായിരിക്കണം? സങ്കീർത്തനം 51:10. സങ്കീർത്തനം 51:10. എവിടെയൊക്കെയാണ് നിർമ്മലമാകേണ്ടേ? നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം. എന്താ സങ്കീർത്തനം പറഞ്ഞ? ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിർമ്മലമായ ഹൃദയം കർത്താവ് ചോദിക്കുന്നതാണ്. നിർമ്മല കന്യകയായിരിക്കണം, നിർമ്മലമായിരിക്കുന്ന ഹൃദയം. പുറമേയുള്ളതല്ല. പുറമേയുള്ളത് കർത്താവ് നോക്കുന്നില്ല. പുറമേയുള്ള ഭക്തിയൊന്നുമല്ല ഇവിടെ കാര്യം. പിന്നെയോ ഉള്ളം. നമ്മുടെ ഉള്ളും പുറത്തും നിർമ്മലമായിരിക്കണം.
എന്താ അതിൻ്റെ അർത്ഥം? നിന്റെ ഇന്നർ മേൻ, നിന്റെ അകത്തെ മനുഷ്യൻ അത് നിർമ്മലമായിരിക്കണമെന്നാണ് പറഞ്ഞത്. നിന്റെ അകത്തെ മനുഷ്യൻ. അപ്പൊ എന്താ സഭ പ്രാർത്ഥിക്കേണ്ടതാ? നിർമ്മലമായൊരു ഹൃദയം തരണമേ. ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുന്ന ഗതികേട് എന്താന്ന് ചോദിച്ചാൽ ദൈവഭയമില്ലാത്ത സഭ. ദൈവഭയമില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ. അസൂയയില്ലാത്ത, കപടമില്ലാത്ത, കോപമില്ലാത്ത, ഭിന്നതയില്ലാത്ത, പകയില്ലാത്ത ഒരു ഹൃദയം, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ. കർത്താവ് ചേർക്കാൻ വരുന്നത് നിർമ്മല കന്യകയാണ്. നമ്മൾ ആ നിലയിൽ പോവോ? കർത്താവ് ചേർക്കാൻ വരുന്നത് 1 നിർമ്മല കന്യകയെ, 2 നിർമ്മല ഹൃദയമുള്ളവരെയാണ്. മൂന്നാമത്തേത് 2 കൊരിന്ത്യർ 11:2 3 വാക്യം ഒന്ന് വായിച്ച 11:3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകുന്നുണ്ടോ? ആ ജാഗ്രതയില്ലാതെ പോകുന്നുണ്ടോ എന്നാ ചോദിക്കുന്നു. നമുക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ? ക്രിസ്തുവിനോടുള്ള ഭക്തി നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ? ദൈവത്തോടുള്ള ഭയമില്ലാതെ പോകുന്നുണ്ടോ? ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവ് വരുന്നുണ്ടോ? ദൈവവചനം വായിക്കുന്നതിൽ നമ്മൾ പരിമിതപ്പെട്ടു പോയോ? അതാണ് ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ മനസ്സ് മാറിപ്പോയോ, വഷളായിപ്പോയോ? കർത്താവ് എടുക്കുന്നത് ആ നിലയിലാണ്. അപ്പോൾ പൗലോസ് ഭയപ്പെടുക. പൗലോസിന് ഒറ്റ ഭയമേ ഉള്ളൂ, സഭ ചതിക്കപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുക. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ അപ്പൊ തൻ്റെ ഭയം എന്താ? സഭ ചതിക്കപ്പെട്ടു പോകുമോ? താൻ പറയുന്ന സബ്ജക്റ്റ് ഏതാ? അതിന് ഹവ്വായെ ഇവിടെ എടുത്തുകൊണ്ട് വന്നതാണ്, സർപ്പത്തെയും. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, പോലെ നമ്മൾ പഠിച്ചിട്ടില്ലേ? മലയാളം അധ്യാപനം പഠിപ്പിച്ചിട്ടില്ലേ? പോലെ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ആ പോലെ സഭയെ നിങ്ങളുടെ ഏകാഗ്രത കളഞ്ഞ് സാത്താൻ നിങ്ങളെ നശിപ്പിച്ച് കളയുമോ? നിങ്ങളുടെ ഏകാഗ്രത ക്രിസ്തുവിൽ നിന്ന് വിട്ട് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ, ചതിക്കപ്പെട്ടു പോകുമോ എന്ന് പൗലോസ് ഭയപ്പെടുക. ഈ ചതി ആരംഭിക്കുന്നത് എവിടെയാ എന്ന് പറഞ്ഞ്? ചതി ആരംഭിക്കുന്നത് എവിടെയാ? എവിടാ? മനസ്സിലാണ്. ഇവിടെ ഉപയോഗിച്ച വാക്ക് ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഹൃദയം നല്ലല്ലോ പറഞ്ഞു. എന്താണ്? മനസ്സിലാണ്. ചതി ആരംഭിക്കുന്നത് മനസ്സിലാണ്. നമ്മൾ മറന്നു പോകരുത്. ഏകാഗ്രത വേണ്ടത് എവിടെയാ? മനസ്സിലാണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് പോകുമോ എന്ന് പൗലോസ് ഭയപ്പെടുന്നു. അതിൻ്റെ 2 വാക്യം ഒന്ന് വായിച്ചേ, 11:2. അവിടെ എന്താ പറഞ്ഞേ? പൗലോസ് പറയുക, എനിക്കൊരു എരിവുണ്ട്. എന്താണ് ആ എരിവ്? എന്തിൻ്റെ എരിവാ? ദൈവത്തിൻ്റെ എരിവ്. എന്താ അർത്ഥം? ദൈവത്തിന് തൻ്റെ സഭയോടുള്ള എരിവ്. ആ എരിവുണ്ടല്ലോ, ആ എരിവ് ഞാൻ എരിയുകയാണ്. എൻ്റെ സഭയെ ഓർത്ത് ഞാൻ എരിയുകയാണ്. എന്ത്? ദൈവത്തിന് സഭയോടുള്ള എരിവ് എങ്ങനെയാണോ ആ എരിവ് ഞാൻ സഭയെ ഓർത്ത് എരിയുക. ഈ സഭയുടെ ഏകാഗ്രത വിട്ടുപോകുമോ എന്നൊരു ഭയം നമുക്കുണ്ടോ? നമുക്ക് ദൈവത്തിൻ്റെ സഭയോടൊരു ഭാരം നമുക്കുണ്ടോ? പൗലോസ് പറയുക, ദൈവത്തിൻ്റെ എരിവുണ്ടല്ലോ, ഈ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എരിവ് അതെത്ര വലുതാ. കാൽവരിയിൽ തൻ്റെ പൊന്നോമന പുത്രനെ കൊന്ന് അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയായത്. ആ സഭയ്ക്ക് ദൈവത്തിനുള്ള എരിവുണ്ടല്ലോ, ആ എരിവ് ഞാൻ എരിയുക ഈ സഭയെക്കുറിച്ച്. എന്താ? ഈ സഭ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ സഭ വഞ്ചിക്കപ്പെടുമോ, ചതിക്കപ്പെട്ടു പോകുമോ എന്ന് പൗലോസ് ഭയപ്പെടുക, എരിയുകയാണ്. നമുക്കൊരു എരിവ് വേണം അങ്ങനെ നമ്മുടെ സഭയെക്കുറിച്ച്. തീർച്ചയായിട്ടും നമ്മുടെ സഭയെക്കുറിച്ച് ഒരു എരിവ് വേണം. എല്ലാ കാര്യത്തിലും വേണം. നമ്മുടെ പാട്ടിൽ വേണം, ഇരിപ്പിൽ വേണം, പ്രാർത്ഥന വേണം, ആരാധന വേണം, എല്ലാത്തിലും വേണം.
അപ്പൊ എന്താണ് ഇന്ന് ദൈവസഭയ്ക്ക് വന്ന ആ ഗതികേട് ഞാൻ പറഞ്ഞല്ലോ. ദൈവഭയമില്ല ദൈവസഭയ്ക്ക്, ദൈവത്തെ ഭയമില്ലാത്ത സമൂഹം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് അപ്പസ്തോലൻ ഭയപ്പെടുകയാണ്. എഫേസ്യർ 4 അതിന്റെ 14-15 ഒന്ന് വായിച്ചേ. എഫേസ്യർ 4:14-15. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അവിടെ ഏതൊക്കെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേ. നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യം ഏതൊക്കെയാണ് മക്കളെ? മനുഷ്യരുടെ ചതി, ഉപായം, തന്ത്രം, പിന്നെ ഇവയാൽ നമ്മളെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? തെറ്റിച്ചു കളയുവാൻ. അതാണ് പൗലോസ് അപ്പറെ ഭയപ്പെട്ടത്. ഈ സഭ ചതിക്കപ്പെട്ടു പോകുമോ എന്ന്. ക്രിസ്തുവിൻ്റെ എരിവ്, ദൈവത്തിൻ്റെ എരിവോടെ ഞാൻ എരിയുകയാണ് എന്ന് പറഞ്ഞത്. നമ്മളെ തെറ്റിച്ചു കളയാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്? നമ്മുടെ ചിന്ത നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഉപദേശങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഉപദേശം അല്ലേ, അവിടെ പറഞ്ഞൊരു വേറൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ ഇങ്ങനെ ഒരു കാറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് പോരും, അടുത്ത കാറ്റ് വരുമ്പോൾ ഇങ്ങോട്ട് പോരും. അത് ആത്മീക പക്വതയുള്ള ആളുകളല്ല. ആരാണത്? ആരാ അവിടെ പറഞ്ഞേക്കുന്നത്? ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോടും സകലത്തിലും വളരുവാൻ ഇടയാകണം. അപ്പം യേശു ആരെ ചേർക്കാൻ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞേ? ഒന്ന്, നിർമ്മല കന്യകയെ ചേർക്കുവാനാണ് യേശു വരുന്നത്. രണ്ടാമത് യേശു ആരെ ചേർക്കാനാണ് വരുന്നത്? അവരുടെ ആ നിർമ്മല കന്യകയുടെ പ്രത്യേകത എന്തായിരിക്കണം? ഹൃദയം നിർമ്മലമായിരിക്കണം. മൂന്നാമത് പറയുക, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് മനസ്സ് വഷളായി പോകരുത്. ആ ഭയം, ആ ഒരു ഭാരം നമ്മുടെ സഭയെക്കുറിച്ച് നമുക്ക് അന്യോന്യം വേണം. നാലാമത്തെ കാര്യം, കർത്താവിൻ്റെ വരവിൽ സഭ എങ്ങനെ ഒരുങ്ങണം, എടുക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവിടെ പറയുകയാണ്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. തന്നെ ഒരുക്കണം. കാന്തയെ, മണവാട്ടിയെ, മണവാട്ടി സഭയെ, കുഞ്ഞാടിന്റെ കല്യാണം വരാൻ പോവുക. തന്നെത്താൻ ഒരുക്കണം. കറ ചുളുക്കം ഒന്നുമില്ലാതെ തേജസ്സോടെ അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഒരുങ്ങുവാൻ നമുക്കിടയായിത്തീരണം. എങ്ങനെ ഒരുങ്ങണം? വിശുദ്ധിയിൽ ഒരുങ്ങണം, ജാഗ്രതയോടെ ജീവിക്കണം, പ്രത്യാശയോടെ കാത്തിരിക്കണം കർത്താവിൻ്റെ വരവിനായി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകം ഏറ്റവും അടുത്തു വന്ന് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.